അങ്ങനെ ജീത്തു ജോസഫ് സംവിധാനം ചെയ്തിട്ടുള്ള കോമഡി എൻ്റർടൈനർ നുണക്കുഴി കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ കോമഡി എൻ്റർടൈനർ ആയത് തന്നെ പറയാൻ കാരണം ജീത്തു ജോസഫ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ മിക്ക ആൾക്കാരും വിചാരിക്കുന്നത് ഒരു ത്രില്ലർ ഡയറക്ടറാണ്. അങ്ങനെയല്ല, ആൾ കുറേ പടങ്ങൾ അങ്ങനെ കോമഡി സാധനങ്ങൾ, ഇപ്പോൾ മൈ ബോസ് ആണെങ്കിലും മമ്മി ആൻഡ് മീ ആണെങ്കിലും അങ്ങനെ കുറേ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ഈ ഇപ്പോഴത്തെ ഏറ്റവും പോപ്പുലർ സ്റ്റാർ അല്ലെങ്കിൽ ഫാമിലി സ്റ്റാർ അല്ലെങ്കിൽ മറ്റേ കണ്ടിന്യൂസ്ലി ഹിറ്റടിക്കുന്ന ഒരേ ഒരു നടൻ എന്നൊക്കെ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്ന ഒരാളായ ബേസിൽ ജോസഫാണ്. അപ്പോൾ ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ബേസിക്കലി എനിക്ക് തീരെ ഉറക്കായില്ല. കാരണം ഇതെനിക്ക് തോന്നുന്നത് റാംജി റാവ് സ്പീക്കിങ്ങും അങ്ങനെ ബോയിങ് അങ്ങനെയുള്ള ഒരു പാറ്റേൺ പിടിച്ചാണ്. ഒരു മെസ്സപ്പ് നിന്ന് ഉള്ള കോമഡികൾ, ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻസ്, ആകെ ഒരു കോലാഹലങ്ങൾ, ഇതാണ് ഈ പടം ഉദ്ദേശിച്ചത്. അതിൻ്റെ ഇടയിലുണ്ടാകുന്ന സിറ്റുവേഷണൽ കോമഡികളാണ് ഉദ്ദേശിച്ചത്. ചില കോമഡികൾ വർക്കായി, എല്ലാതും നമ്മളങ്ങനെ മോശമെന്ന് പറയല്ല, പക്ഷേ ചിലതേ വർക്കായിട്ടുള്ളൂ. അതെന്താ വെച്ചാൽ ഒരുപാട് കോമഡിക്ക് വേണ്ടി എല്ലാവരും ആക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നമുക്ക് വർക്കായിട്ടില്ലെങ്കിൽ നമുക്കത് ബോറായിട്ട് തോന്നും. ആ ഒരു ബോറിങ്ങാണ് ഈ പടത്തിൽ ഉണ്ടായത്. പിന്നെ ഇതിൽ എനിക്ക് വേറൊരു പ്രശ്നം തോന്നുന്നത് നിഖില വിമൽ എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ്. സ്ഥിരമായി ഒരു സാധനം ആയി മാറുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം ഞാനിപ്പോൾ ഗുരുവായൂരമ്പലനടയിൽ കണ്ടപ്പോഴും നിഖില വിമലിൻ്റെ ഇതെല്ലാവരും കുറ്റം പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു പടം വെച്ചിട്ട് നമ്മളൊരാളെ പറയരുത്. കാരണം അതൊക്കെ നിഖില വിമലൊക്കെ നല്ല ആക്ട്രസ്സാണ്, അപ്പോൾ അത് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ ഈ പടം കൂടെ വന്നപ്പോൾ ഇപ്പോൾ കണ്ടിന്യൂസ്ലി നമ്മൾ അങ്ങനത്തെ സാധനത്തേക്ക് പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്ക് വന്നു. അതൊരു ഓഡിയൻസ് രീതിയിൽ പറയാണ്, ഒരു ക്രിട്ടിക്ക് അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് ഇതിനെ വിമർശിക്കുക അങ്ങനെ വിചാരിക്കേണ്ട. ഒരു ഫാൻ എന്ന രീതിയിൽ ഞാൻ പറയണമെന്നുള്ളൂ. എന്നാൽ നന്നായിട്ട് ചെയ്യണമെന്ന് കേട്ടോ, ഞാൻ ചെയ്യണത് മോശമാണെന്നൊന്നുമല്ല. പക്ഷേ സ്ഥിരം ഒരേ സാധനം തന്നെയായോ, ആ ക്യാരക്ടറിൻ്റെ ഒരു പോക്ക് തന്നെ ഒരേപോലെയാണോ? കാരണം ഈ സിനിമയിലും അങ്ങനെ തന്നെയാണ്. ഗുരുവായൂരമ്പലനടയിൽ കണ്ട പോലത്തെ ഒരു പരിപാടി തന്നെയാണ് ഇതിലും പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ക്യാരക്ടർ, ഒരേ ക്യാരക്ടറിനെ അങ്ങനെ പല സിനിമയിൽ പ്ലേസായി പോകുന്ന പോലെ ആവുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. അത് കുറച്ച് പേടികളാണ്. കാരണം എന്താ വെച്ചാൽ നല്ലൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധനം മാത്രം, ഓഫ് കോഴ്സ് നല്ല ടീമിൻ്റെ കൂടെ വർക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ക്യാരക്ടർ മുന്നേ ചെയ്താണ് അല്ലെങ്കിൽ അതുമായിട്ട് ചെറിയ ബന്ധമുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കുന്നതിൽ വലിയ അർത്ഥമില്ല. പക്ഷെ എന്നാലും നമ്മൾ പറഞ്ഞെന്നുള്ളൂ. പിന്നെ ഈ സിനിമേനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദൃശ്യത്തിൻ്റെയും നേരിൻ്റെയും ഒക്കെ സെയിം ടീമാണ്, ടീമിലൊന്നും വ്യത്യാസമില്ല. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ അങ്ങോട്ട് കുറ്റം പറയാനൊന്നുമില്ല. കാരണം വെച്ചാൽ ആ ടീം ബേസിക്കലി നല്ല ടീമാണ് എന്ന് വെച്ച് എല്ലാ സിനിമകളും നന്നാവണം എന്നില്ല. അപ്പോൾ ആ ടീം ചെയ്ത എല്ലാ സിനിമകളും നന്നാവണം എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഒരു നിർബന്ധം പിടിക്കാൻ പറ്റാത്തൊരു സിനിമയാണ് ഈ നുണക്കുഴി. ഇത് ബേസിക്കലി 2 മണിക്കൂറേ ഈ പടമുള്ളൂ, 126 മിനിറ്റ് എങ്ങാനോ ഈ പടമുള്ളൂ. ഫസ്റ്റ് ഹാഫ് എന്നെ സംബന്ധിച്ച് പെട്ടെന്ന് പോയി തോന്നി, പക്ഷേ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയില്ല. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ബേസിക്കലി സിൻസിയർലി എനിക്ക് തോന്നിയൊരു ഛർദിപ്പടം, അങ്ങനത്തെ ഒരു ഫീൽ വന്നു. അത് കഴിഞ്ഞ്, കാരണം അതൊക്കെ കുറച്ച് ഒറിജിനലി അത് കാണിക്കുന്നത് ആണ്, പക്ഷെ എന്നാലത് എപ്പോഴും വരുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു ഇറിറ്റേഷൻ വരിക. തിയേറ്ററിൻ്റെ ഉള്ളിലല്ലേ, നമുക്കത് ആ സീനുകൾ കാണുമ്പോൾ നമുക്കൊരു സുഖം തോന്നുന്നില്ല. പിന്നെ സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി 1 മണിക്കൂറും കൂടെ അല്ലേ ഉള്ളൂ, വെൽ പാക്ഡ് എഡിറ്റാണെന്ന് എനിക്ക് ആ ഇത് കണ്ടപ്പോൾ, സെൻസറിൻ്റെ ഇത് കണ്ടപ്പോഴേ തോന്നി. പക്ഷേ സെക്കൻഡ് ഹാഫ് എന്നെ സംബന്ധിച്ച് നല്ല ലാഗായിരുന്നു. 1 മണിക്കൂറാണെങ്കിലും അത് ഒരുപാട് സമയം പോയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പറയുമ്പോൾ ഹറി ബറി പരിപാടികളാണ്, പക്ഷേ അതിലെന്തോ ഒരു ലാഗ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ എനിക്കിതിൽ എടുത്തു പറയാനുള്ളത് സിദ്ദിഖ് ഖാനാണ്. സിദ്ദിഖ് ഖാൻ എനിക്കെപ്പോഴും തോന്നിയിട്ട്, പേഴ്സണലി എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്, സിദ്ദിഖ് ഖാനെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് പിടിക്കണം. കാരണം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ഇങ്ങനത്തെ സാധനങ്ങൾ സിദ്ദിഖ് മാക്സിമം തരുന്ന ഒരാളാണ്. അതായത് ഏത് ക്യാരക്ടർ ചെയ്താലും അതിൻ്റെ മാക്സിമമാണ് ആളിടുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ മാക്സിമത്തിനെ നമുക്ക് വേണ്ട ലെവലിലേക്ക് ഒരു ഘട്ട 2 ഘട്ട താഴ്ത്തി പിടിച്ചാൽ മാത്രമേ നമുക്കൊരു ബാലൻസ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ചില സ്ഥലത്തൊക്കെ സിദ്ദിഖിക്ക് ഭയങ്കരമായിട്ട് കയറിപ്പോയോ, അത് അത്രയ്ക്കൊക്കെ ചെയ്യണമായിരുന്നോ, അങ്ങനെയൊക്കെ തോന്നിപ്പോണ കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ ബേസിലാണെങ്കിലും സംഭവം ഭയങ്കര എനർജറ്റിക് പരിപാടിയാണ് പിടിച്ചത്, പക്ഷെ അതൊന്നും നമുക്ക് കണക്റ്റായില്ല, അതൊന്നൊരു സുഖത്തേക്ക് എത്തിയില്ല. മൊത്തത്തിൽ ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് അത്ര വെർത്തായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ നമുക്ക് ഫാമിലിയായിട്ടൊക്കെ പോയിരുന്നിട്ട് കണ്ട് രസിച്ച് വരാനുള്ളൊരു സിനിമയാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. എന്നാൽ തിയേറ്ററിൽ ഇപ്പോൾ ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നൊരു 4-5 റോയ ആളുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഞങ്ങളുടെ മുന്നിലിരുന്നവരൊക്കെ ഒരു ഗ്യാങ് കംപ്ലീറ്റ്ലി ചിരിക്കുന്നുണ്ടായിരുന്നു. നമ്മളൊക്കെ വിചാരിച്ചത് എന്തിനതൊക്കെ ഇങ്ങനെ ചിരിക്കണമെന്ന്, അങ്ങനെ പൊട്ടിച്ചിരിക്കുന്നവരുണ്ട്. അപ്പം ഞാൻ പറയണത് അങ്ങനെ ചിലപ്പോൾ
വർക്കായിരിക്കപ്പെട്ടേക്കാം ഈ സിനിമ. അപ്പോൾ അത് നമുക്കറിയില്ല, ഇപ്പോൾ ഓരോരുത്തരുടെ ഒപ്പീനിയനാണല്ലോ. അപ്പോൾ എൻ്റെ ഒപ്പീനിയനിൽ പേഴ്സണലി എനിക്കത് വർക്കായില്ല. പക്ഷേ അതേ തിയേറ്ററിൽ ഈ സിനിമ വർക്കായവരുമുണ്ട്. അവർ പുറത്തിറങ്ങിയിട്ട് ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞ് ഇറങ്ങിയവരുമുണ്ട്. അപ്പോൾ ഇതാണ് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ കാണാത്തവർ ഈ സിനിമ ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാം.